ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം അധ്യക്ഷ ഗായത്രി ബാബു നമുക്കൊപ്പം ചേരുന്നു. ശ്രീമതി ഗായത്രി ബാബു, ഒരു തുറന്ന പോരിലേക്ക് റെയിൽവേയുമായി ഒരു തുറന്ന പോരിലേക്ക് കടക്കേണ്ട ഒരു സാഹചര്യത്തിലാണോ നഗരസഭ? ഇതിലൊരു സമവായം കണ്ടെത്തി ഇതിനകത്ത് ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു നടപടികളിലേക്ക് ഒന്നും കടക്കാൻ കഴിയുന്നില്ല, അങ്ങനെ ഒരു റിലക്റ്റൻസ് ആണ് റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് എന്നാണോ കരുതുന്നത്? നമസ്കാരം. നമുക്ക് നന്നായി അറിയുന്ന കാര്യമാണ് വലിച്ചെറിയൽ മുക്തവാരം നമ്മളിപ്പോ ആരംഭിക്കുന്നതാണ്. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതാനും വ്യക്തികൾ ചെറിയ ഒരു കവർ വലിച്ചെറിഞ്ഞാൽ കൂടി നമ്മൾ വലിയ ശിക്ഷാ നടപടിയിലേക്ക് പോകുന്ന ഒരു സന്ദർഭമാണ്. കാരണം ഒരു പൊതുബോധവും പൊതുവായ ബോധവൽക്കരണവും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഒരു കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും വലിയ ഒരു മേഖലയായ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് തികച്ചും ദൗർഭാഗ്യകരവും വളരെ ഉത്തരവാദിത്തരഹിതവുമായിട്ടുള്ള പ്രവൃത്തിയാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പെട്ടെന്ന് ആദ്യത്തെ ഘട്ടത്തിൽ അല്ലെങ്കിൽ ആദ്യത്തെ തവണ നടക്കുന്ന ഒരു പ്രവൃത്തിയാണെങ്കിൽ നമുക്ക് അവരുമായി ചർച്ച ചെയ്ത് ഒരു സമവായത്തിലെത്താം. പക്ഷെ തുടക്കം മുതൽ നമ്മൾ ഈ മാലിന്യമുക്ത നവകേരള ക്യാമ്പയിൻ ആരംഭിക്കുന്ന ഘട്ടം മുതൽ റെയിൽവേയിൽ നിന്ന് യാതൊരു സഹകരണവും നമുക്ക് ലഭിച്ചിരുന്നില്ല. പക്ഷെ ആ ഘട്ടത്തിലൊന്നും തന്നെ നമ്മൾ ഇത്തരത്തിലൊരു നിയമ നടപടിയിലേക്കൊന്നും പോയിട്ടില്ല. പല ആവർത്തി നേരിട്ട് സംസാരിക്കാൻ ശ്രമിച്ചു. പല മേയറുടെ അധ്യക്ഷതയിലുള്ള പല യോഗത്തിലും വരാൻ ഇവർ തയ്യാറായിട്ടിരുന്നില്ല എന്നുള്ളതൊക്കെ ആമയിഞ്ചൻ റോഡിൽ ഒരു തൊഴിലാളി മരിക്കുന്ന സാഹചര്യത്തിലൊക്കെ മേയർ തന്നെ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. കൂട്ടായുള്ള ചർച്ചകളിൽ ഒരു യോഗം വിളിച്ചാൽ പോലും റെയിൽവേ അധികൃതർ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്ക് തയ്യാറാവാറില്ലായിരുന്നു. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇത്രയും വലിയ ഒരു ഏജൻസി എന്ന നിലയിൽ ബൾക്ക് വേസ്റ്റ് ജനറേറ്റർ എന്ന കാറ്റഗറിയിൽ പെടുന്ന ആളുകൾ എന്ന നിലയിൽ അവരുടെ മാലിന്യം സംസ്കരിക്കാൻ സംവിധാനം ഒരുക്കും എന്നതാണ്. പക്ഷെ അങ്ങനെ ഒരുക്കുന്നില്ല എന്ന് കണ്ടതോടെ നമ്മൾ തമ്പാനൂരിലെ ആവട്ടെ കൊച്ചുവേളിയിലെ ആവട്ടെ രണ്ട് റെയിൽവേ വകുപ്പുകൾക്കും രണ്ട് സ്ഥലത്തും പ്രത്യേകമായി നോട്ടീസുകൾ ഇഷ്യൂ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അതും ഒരു നിയമ നടപടി എന്ന് പറയാൻ കഴിയില്ല. നമ്മൾ അവരെ അറിയിക്കുകയാണ് ചെയ്തത്. ഒരു നഗരസഭയുമായി സഹകരിക്കണം, പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവാത്ത തരത്തിൽ മാലിന്യം സംസ്കരിക്കണം എന്നത്. പക്ഷെ അതിന് മറുപടി തരികയോ ആ തരത്തിൽ ആരോഗ്യപരമായ ഒരു രീതിയിലേക്ക് കടക്കുകയോ അവർ ചെയ്തിട്ടില്ല. ഇപ്പൊ കാണുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ നഗരസഭയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് പോലെ തന്നെ ഒരു പൊതുഭൂമിയിൽ മാലിന്യം തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് പരിശോധിക്കുമ്പോൾ അത് റെയിൽവേയുടെ ആണെന്ന് മനസ്സിലാക്കുന്നു. റെയിൽവേയുടെ ബെഡ്ഷീറ്റ് പൊതിയുന്ന പേപ്പറുകൾ നിരവധി, റെയിൽവേ കൊടുക്കുന്ന റെയിൽ നീരെന്ന് ഒട്ടിച്ച കുപ്പികൾ അനവധി. ഈ സാധനങ്ങളെല്ലാം കാണുമ്പോൾ നമ്മൾ റെയിൽവേക്ക് നോട്ടീസ് കൊടുക്കുകയും അത് അവരുടേതല്ല എന്ന് അവർ നിഷേധിക്കുകയും പിന്നീട് അന്വേഷണത്തിൽ അവരുടേതാണ് എന്ന് ബോധ്യപ്പെടുമ്പോൾ അത് എടുത്തു മാറ്റാൻ തയ്യാറാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ ആദ്യം തന്നെ എപ്പോഴും അത് പരിശോധിക്കുന്നതിന് മുൻപേ തന്നെ ഒരു നിഷേധാത്മക സമീപനം റെയിൽവേ സ്വീകരിച്ചിട്ടുണ്ട്. അത് നമ്മൾ പരിഹരിച്ചു വരുമ്പോഴാണ് ഇപ്പോ മിനിങ്ങാന്ന് രാവിലെ 3 മണിക്ക് വനിതകളുടെ നേതൃത്വത്തിലെ ആരോഗ്യ വിഭാഗം ജീവനക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടന്ന സ്ക്വാഡ് 2 വലിയ ടിപ്പറാണ് കൊച്ചുവേളി റെയിൽവേയുടെ മാലിന്യം കടത്തിക്കൊണ്ടുപോകുന്നത്, എടുത്തുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതായി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പൊ ഈ റെയിൽവേ അതിനായി ചുമതലപ്പെടുത്തിയിട്ടുള്ള ഏജൻസിയെ പരിശോധിക്കുമ്പോൾ നഗരസഭയുടെ അംഗീകാരമുള്ള ഏജൻസിയല്ല. അവർക്ക് എന്തെങ്കിലും മാലിന്യ സംസ്കരണ സംവിധാനം ഉണ്ട് എങ്കിൽ നഗരസഭ അവരെ അംഗീകരിക്കും. പക്ഷെ അങ്ങനെ ഒരു സംവിധാനമേ ഇല്ലാത്ത ഏത് വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തെയാണ് ഇത് ഏൽപ്പിച്ചിരിക്കുന്നത്. അവരെന്താ ചെയ്യുന്നത്? അവരൊരു സ്വകാര്യ ഭൂമിയിൽ ഇതുകൊണ്ട് തള്ളിയിരിക്കുന്നു. ഞങ്ങൾ ആ ഭൂമിയിൽ അപ്പൊ തന്നെ പോയി പരിശോധിച്ചു. കാണുന്നത് 10 ലോഡ് കൂട്ടിക്കലർന്ന മാലിന്യം, അജൈവം മാത്രമല്ല അജൈവവും ജൈവവും കലർന്നത്, സാനിറ്ററി മാലിന്യമടക്കം കൂട്ടിക്കലർത്തി 10 ലോഡ് 10 വലിയ ലോറിയിൽ വരുന്ന അത്രയും മാലിന്യമാണ് ഒരു സ്വകാര്യ ഭൂമിയിൽ ആ ഉടമയുടെ അനുവാദം പോലും ഇല്ലാതെ കൊണ്ട് ഡംപ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാൻ കഴിയാത്ത ഒരു വലിയ ഏജൻസിയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു നടപടിയാണ്. അതിനോട് ഇനി നമുക്ക് സമവായത്തിൽ ഒരു ചർച്ചയിൽ ഒക്കെ കടക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് മേയറും ഇന്ന് രാവിലെ ഒരു പരിപാടിയിൽ വെച്ച് തന്നെ മാധ്യമങ്ങളോട് സൂചിപ്പിച്ചത് നിയമ നടപടിയിലേക്ക് തന്നെ നമുക്ക് പോകേണ്ടതായി വരും. ഇത് ഒന്നാമത്തെ തവണയല്ല, പല ആവർത്തിയായി നമ്മൾ ഈ കാര്യങ്ങൾ ഉന്നയിക്കുമ്പോഴും നഗരസഭയെ പഴിചാരുക എന്നുള്ളൊരു രീതിയും കൂടി റെയിൽവേ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് വിഷമകരം. ഏതായാലും നമുക്ക് പൊതുജനങ്ങളോടുള്ള ഒരു ഉത്തരവാദിത്വം നഗരസഭയ്ക്കുണ്ട്. പൊതുജനങ്ങൾ അടക്കം
ചെറിയ പിഴ ഈ മാലിന്യ സംസ്കരണ രംഗത്ത് ചെറിയ തെറ്റ് വരുത്തിയാൽ കൂടി നടപടിയെടുക്കുന്ന നഗരസഭയ്ക്ക് ഈ കാര്യത്തിൽ ഒരിക്കലും കണ്ണടയ്ക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് കോടതി ഉൾപ്പെടെ ഇടപെടുത്തിക്കൊണ്ട് ഒരു നടപടിയിലേക്ക് പോകാൻ നഗരസഭ ആലോചിച്ചിട്ടുള്ളത്. ഓക്കെ, റൈറ്റ്. ഗായത്രി ബാബു, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷയാണ് പ്രതികരിച്ചത്. ഏതായാലും ഈ വിഷയത്തിനകത്ത് റെയിൽവേ വളരെ ഒട്ടും സഹകരിക്കാത്ത ഒരു നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് മന്ത്രിമാരടക്കമുള്ളവർ പലതവണ വിമർശനം ഉന്നയിച്ചതാണ്. ഏതായാലും ഒരു തുറന്ന പോരാട്ടത്തിലേക്ക് തന്നെ നഗരസഭ കടക്കുകയാണ് എന്നുള്ള സൂചനകൾ മേയർ ആര്യ രാജേന്ദ്രന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും.